പൊറാട്ട ബാക്കി വന്നാൽ പല പരീക്ഷണങ്ങളും ഞാൻ നടത്താറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പരീക്ഷണം കേട്ടോ, അപ്പാര ടേസ്റ്റാണ് കേട്ടോ. പരീക്ഷണം സക്സസ് ആയി. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കില്ലേ, ടോസ്റ്റ് ചെയ്തിട്ട്, ആ രീതിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ദാ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഞാൻ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ 2 പൊറോട്ട കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 പൊറോട്ടയുടെ സെൻട്രലായിട്ട് കുറച്ച് ബട്ടറും അതേപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരി മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം ആ ഒരു സെൻട്രലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, നിർബന്ധമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ആ ടോസ്റ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൽ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല പാൽ ഒഴിച്ചു കൊടുക്കുക, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ പാൽ മുഴുവൻ ഈ ഒരു പൊറാട്ട വലിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ പാൽ വറ്റി വരും കേട്ടോ, പെട്ടെന്ന് തന്നെ വറ്റി വരും. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ടോട്ടൽ 1 കപ്പ് പാലാട്ടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സോക്കാവുമ്പോൾ നമുക്കിത് ഭയങ്കര സോഫ്റ്റായിട്ട് വരും. അപ്പോൾ മറിച്ചിടുമ്പോൾ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഭാഗവും ഇതേപോലെ തന്നെ പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല കറക്റ്റ് മധുരമായിട്ടോ. ഞാനൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയായിട്ട് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒഴിച്ച പാലൊക്കെ ഒന്ന് വറ്റി വരണം. അത്രയും ടൈം പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ കറിയൊക്കെ ഇങ്ങനെ പൊറോട്ടയിലേക്കൊക്കെ കൂട്ടാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആട്ടോ. അതും ഞാൻ പരീക്ഷിച്ച് നോക്കി തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ പാൽ പൊറാട്ടയൊക്കെ ചിക്കനും ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട് അല്ലേ. പക്ഷെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.